കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് മൈനാഗപ്പള്ളി യൂണിറ്റ് വാർഷികം നടത്തി. പൊതുസമ്മേളനം, കുടുംബസംഗമം എന്നിവയും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് മൈനാഗപ്പള്ളി യൂണിറ്റിന്റെ വാർഷികാഘോഷമാണ് സംഘടിപ്പിച്ചത്. പൊതുസമ്മേളനം, കുടുംബസംഗമം എന്നിവയോടെയാണ് വിമുക്തഭട ഭവനിൽ പരിപാടി നടത്തിയത്. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ വാസുദേവൻ പിള്ള പതാക ഉയർത്തി. തുടർന്ന് അമർ ജവാൻ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പചക്ര സമർപ്പണം നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് ബി മുരളീധരൻ പിള്ള പുഷ്പചക്ര സമർപ്പണം നിർവഹിച്ചു. പൊതുസമ്മേളനം KSESL കുന്നത്തൂർ താലൂക്ക് പ്രസിഡന്റ് N മുരളീധരൻ പിള്ളയും, റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ KSESL സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ R ഗോപാലകൃഷ്ണ പിള്ളയും, കുടുംബസംഗമത്തിന്റെ ഉദ്ഘാടനം താലൂക്ക് മഹിളാ വിംഗ് പ്രസിഡന്റ് ഓമനയമ്മയും നിർവഹിച്ചു. ഒരുപാട് കൂടുതൽ സ്റ്റേറ്റുകളിൽ മഹിളാ വിംഗ് എന്ന് പറയുന്ന ഒരു സംഘടനയില്ല. ഇത് ഏറ്റവും ശക്തിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരള സ്റ്റേറ്റ്. അപ്പോൾ അതിലെ സംഘടന, സംസ്ഥാന ജനറൽ സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ട്രഷറർ, സംസ്ഥാന സെക്രട്ടറി, ഇങ്ങനെ ധാരാളം പോസ്റ്റുകൾ അവർക്ക് കൊടുത്തു. അതെല്ലാം നല്ല രീതിയിൽ വർഷങ്ങൾ കൊണ്ട് അവർ മാതൃസംഘടനയോടൊപ്പം നിന്നിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും ഒരു ബൈരയായിരുന്നു. മാതൃസംഘടനയ്ക്കും മഹിളാ ലീഗിന് രണ്ട് പേരെയായിരുന്നു. പക്ഷെ അങ്ങനെ വന്നപ്പോഴൊരു ചെറിയ പ്രശ്നമുണ്ടായി. കാരണം മഹിളാ ലീഗ് ചില കാര്യം അവരുടെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സന്ദർഭം ഇടയ്ക്കുണ്ടായി. ഇപ്പോഴല്ല, അതൊക്കെ സമയം കഴിഞ്ഞു. ബി മുരളീധരൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ബി ഉണ്ണികൃഷ്ണപിള്ള അനുസ്മരണ പ്രമേയവും G രാമചന്ദ്രൻ പിള്ള സ്വാഗതവും പറഞ്ഞു. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ജോർജ് വൈദ്യൻ മുഖ്യ അതിഥിയായിരുന്നു. കൊല്ലം ജില്ലാ ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. മുതിർന്ന സൈനികരെ ചടങ്ങിൽ ആദരിച്ചു. മഹിളാ വിംഗ് കുന്നത്തൂർ താലൂക്ക് സെക്രട്ടറി ശൈലജ മുരളീധരൻ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. മഹിളാ വിംഗ് യൂണിറ്റ് സെക്രട്ടറി രമാദേവിയും അവാർഡുകൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.